ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാടമുട്ട കൊണ്ട് ഉള്ളൊരു എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കാടമുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കണം. ഇന്നത്തെ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളപ്പവും പിന്നെ മുട്ടക്കറിയും. മുട്ടക്കറി നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ മുട്ടക്കറി തന്നെയാണ്. അത്താഴത്തിന് ആരും നീച്ചില്ല, അപ്പോൾ അതങ്ങനെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ആ കറി വെള്ളപ്പമാണ് കേട്ടോ ഇന്നത്തെ. ഇനി കാടമുട്ടയൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഉള്ളിയും ഇഞ്ചിയും മല്ലിയില ക്യാരറ്റ് പിന്നെ പച്ചമുളക് അതൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അല്ലേ, അതൊക്കെ ഇനി ഇതിലേക്കൊന്ന് ഇട്ടെടുക്കുക. ഇപ്പോൾ കാടമുട്ടക്ക് പകരം കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ കാടമുട്ട കൊടുന്ന കാരണം ഞാനിപ്പോൾ കാടമുട്ട വെച്ച് ചെയ്തു എന്നുള്ളൂ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മിക്സ് ചെയ്തതിന് ശേഷം കാടമുട്ട ഞാൻ ഓരോന്നും ഇങ്ങനെ പകുതി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫുള്ളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് പൊടി എടുത്താൽ മതി. ബ്രെഡും കുറവാക്കുക, പൊടിയും കുറവാക്കുക. അപ്പോൾ ഇത് പകുതി ആക്കുമ്പോൾ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളാക്കി എടുത്തിട്ട് ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ ബോളാക്കി വെച്ചാൽ അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ പകുതിയാക്കിയിട്ട് വെച്ചെടുക്കാം കേട്ടോ. അത് 10 കാടമുട്ട ഉള്ളത്. അപ്പോൾ അതിങ്ങനെ പകുതിയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇതിങ്ങനെ ബോളാക്കി എടുത്തിട്ട് ഞാൻ പൊരിക്കണ സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് അമർത്തിയിട്ട് പരിപ്പുവടയുടെ മാതിരി ഇങ്ങനെ പരത്തിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഓരോന്നൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അതിന് പകുതിയാകുക കാരണം അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊരിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നാക്കി കൊടുത്താൽ മതി കയ്യിൽ. ഒരു ഉരുള ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാടമുട്ട വെക്കാത്തത് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നീളത്തിലവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഉരുട്ടിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതൊന്ന് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കയ്യിൽ തടവിയിട്ട് ഒരു ഉരുളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ആ നീളത്തിലുള്ളതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായതിന് ശേഷം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീയൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയുള്ളൂ. ഇനി ഇതാവുമ്പോഴേക്കും ഓരോന്നും ഇങ്ങനെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓരോന്ന് ഇട്ടിട്ട് പിന്നെ പരത്തുമ്പോഴേക്കും ഓരോന്ന് വേവ് താമസം വരുള്ളൂ. ആദ്യം ഇട്ടത് വേവും ചെയ്യും, പിന്നെ ഇട്ടത് വേവാതാവും ചെയ്യും. അപ്പം ഇനി അടുത്ത് ഇടാനുള്ളതൊക്കെ ഒന്ന് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഇത് കോരിയെടുക്കാറാവുമ്പോൾ തീ കൂട്ടി കൊടുക്കും വേണം. അപ്പോൾ ഇതൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് കോരിയെടുക്കുകയാണ്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. പതുക്കെ പ്രസ് ചെയ്തിട്ട് പരത്തണം, അല്ലെങ്കിൽ കാടമുട്ട ഇങ്ങനെ പുറത്ത് കാണാത്ത തരത്തിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് മുഴുവനും പൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.